السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, തഫ്സീർ ജുസ് അമ്മ, ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ അമ്മ ജുസ്ഇൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഇൻഷിഖാഖാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് തഫ്സീർ വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്നാരംഭിക്കുന്ന സൂറത്തുൽ ബുറൂജാണ്. ഈ സൂറത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രമണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്ന അൽ ബുറൂജ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിനാലാണ് സൂറത്തുൽ ബുറൂജ് എന്ന പേര് ഈ ആയത്തിന് നാമകരണം ചെയ്തത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇതും ഒരു മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണ്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് സൂറത്തിൽ കണ്ടതുപോലെ തന്നെ ചെറിയ ആയത്തുകളാണ് ഇതിൻ്റെ വ്യതിരക്തത. ചെറിയ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മുശ്രിക്കുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന സൂറത്താണിത്. ഇതിന് പ്രത്യേക അവതരണ പശ്ചാത്തലമില്ല. എന്നാൽ ഇതിൻ്റെ ആരംഭത്തിൽ പ്രത്യേകമായ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത റിവായത്തുകൾ കാണാൻ സാധിക്കും. എന്നാലും അതിൻ്റെ ചുരുക്കം, മുസ്ലിമീങ്ങളെ അവർ വിശ്വസിച്ചത് കാരണത്താൽ മാത്രം കുഫാറുകളായ സത്യനിഷേധികളായ ചിലർ പീഡിപ്പിക്കുകയും അങ്ങനെ അവരെ തീയിലിട്ട് കരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ലഭിക്കാൻ പോകുന്ന നരകശിക്ഷയെ താക്കീത് ചെയ്തുകൊണ്ട്, അതുപോലെ മുഅ്മിനീങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടുമൊക്കെയുള്ള ആയത്തുകൾ ഇതിൻ്റെ തുടക്കത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറത്ത് ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات البروج واليوم الموعود وشاهد ومشهود. قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق. പത്ത് ആയത്തുകളാണ് നമ്മൾ ആദ്യം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങൾ, ഇതിൻ്റെ തജ്വീദുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രം പറയാണ്. അതിലൊന്ന് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, വസ്സമായി എന്ന് നമ്മൾ വളരെയധികം
മദ് ലാസിമാണ്. അതായത് ഒരു വാക്കിൽ തന്നെ ഒരു മദ്ദിന് ശേഷം ഹംസ വരികയാണെങ്കിൽ, ഒരൊറ്റ വാക്കിലാണ്, സമാ എന്ന് പറയുന്ന ഒരു വാക്കാണല്ലോ. അപ്പോൾ അതിൽ തന്നെ ഒരു മദ് ഹംസ വന്നിട്ടതിന് ശേഷം അലിഫ് വന്നതിന് ശേഷം ഹംസ വരികയാണ് എങ്കിൽ അതൊരു 6 അക്ഷരങ്ങൾ നമ്മൾ പറയുന്ന അത്രയും എന്ത് ചെയ്യണം, നമ്മൾ അത്രയും അതിൻ്റെ ദൈർഘ്യം കൊടുക്കണം. നമ്മൾ അലിഫ് ബ ത സ ജീം 6 അക്ഷരങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര സമയമെടുക്കും, അത്രയും മദ് നമ്മളതിന് നൽകേണ്ടതായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത് നമ്മൾ അറബിയിൽ 5 അക്ഷരങ്ങൾ ഖാഫ് ത ബ ജീം ദാൽ, ഈ 5 അക്ഷരങ്ങൾ കൊണ്ട് ഒരു വാക്ക് അവസാനിക്കുന്നുണ്ട് എങ്കിൽ അതൊരായത്തിൻ്റെ അവസാനത്തിൽ വരികയാണ്. അതല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ വാക്കിൽ വഖഫ് ചെയ്യുകയാണ് എങ്കിൽ നമ്മളതിനെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്നാണ് അതിനെ പറയുക. അത് നിർത്തുന്ന സമയത്ത് നമ്മൾ ഒരു ഇളക്കമുള്ള രൂപത്തിലാണ് അതിനെ നിർത്തുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വസ്സമ ഇദാത്തിൽ ബുറൂജ് എന്ന് നമ്മൾ പാരായണം ചെയ്യില്ല, മറിച്ച് ദാത്തിൽ ബുറൂജ് ജ് ആ വ്യക്തതയോടുകൂടിയായിരിക്കും നിർത്തുക. ആ 5 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ കൽക്കല എന്നറിയപ്പെടുന്നത്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഖുതുബുജ്ജദ് എന്ന് പറയാറുണ്ട്. ഖാഫ് ത്വ ബ ജീം ദാൽ, ഈ 5 അക്ഷരങ്ങളിലാണ് അവസാനിക്കുന്നത് എങ്കിൽ അടുത്ത ആയത്തിൽ കാണാം വൽ യൗമിൽ മഊദ് എന്നാണ്, മൗഊദ് എന്നങ്ങനെ നിർത്തരുത്, വൽ യൗമിൽ മൗഊദ് ആ രൂപത്തിലായിരിക്കും നിർത്തുക. അതുപോലെ അടുത്ത ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യത്തെ 10 ആയത്തുകളും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയിട്ടുള്ളത് ഈ 5 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ്, അല്ലേ? നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ആയത്തിൽ ജീമാണ്, പിന്നീട് ഒരുപാട് ആയത്തിൽ ദാലാണുള്ളത്, അവസാനത്തിൽ ഖാഫ് ഉണ്ട്. അപ്പോൾ ഈ ആയത്തുകളെല്ലാം ആ ഒരു പ്രാസത്തിലാണ് അവസാനിച്ചിട്ടുള്ളത്. അത് ഖുർആനിൻ്റെ മറ്റൊരു ശൈലിയാണ്, അതിനൊരു സാഹിത്യ ഭംഗിയുണ്ട്. ചില ആയത്തുകൾ ചില പ്രത്യേക പ്രാസത്തിലായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര മനോഹരമായിട്ടാണ് അവൻ്റെ സംസാരം നമ്മളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആയത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് ഷാഹിദി മഷ്ഹൂദ് എന്ന് പാരായണം ചെയ്യാതെ മഷ്ഹൂദ് ആ രൂപത്തിൽ തന്നെ അങ്ങനെയാണ് നിർത്തേണ്ടത്. അതിനെ നമ്മൾ ഹുറൂഫുൽ ഖൽഖല എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമത്തിൽപ്പെട്ടതാണ്. അതല്ലാത്ത അക്ഷരങ്ങൾ നമ്മൾ അങ്ങനെ നിർത്തേണ്ടതില്ല. മറ്റു വല്ല അക്ഷരങ്ങളാണെങ്കിൽ സാധാരണ നമ്മൾ നേരത്തെ പറയുന്നത് പോലെയാണ് നിർത്തേണ്ടത്. ശരി, ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ് വസ്സമാഇ ദാത്തിൽ ബുറൂജ്. അൽ ബുറൂജ് എന്ന് പറയുന്ന വാക്ക് ബുർജ് എന്ന് പറയുന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. ബുർജ് എന്ന് പറയുന്ന വാക്കിൻ്റെ ബഹുവചനമാണ്. നക്ഷത്ര സമൂഹത്തെയാണ്, കോൺസ്റ്റലേഷൻ നക്ഷത്ര സമൂഹത്തെയാണ് ബുർജ് എന്ന് പറയുന്നത്. ഉയർന്ന നിലയിലുള്ളതിനും ബുർജ് എന്ന് പറയും, അല്ലേ? ബുർജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉയർന്ന കെട്ടിടങ്ങൾക്ക് ബുർജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നക്ഷത്ര സമൂഹത്തിന് പറയുന്ന വാക്കാണ് ബുർജ് എന്ന് പറയുന്നത്. ആകാശത്ത് ഒരുപാട് നക്ഷത്ര മണ്ഡലങ്ങളുണ്ട് എന്നാണ്. നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഭൂമിയേക്കാളൊക്കെ വലുതാണ്. സൂര്യൻ അതുപോലെയുള്ളൊരു നക്ഷത്രമാണെന്നാണ്. അപ്പം അതുപോലെ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് എന്നാണ് മനുഷ്യരിപ്പോൾ അവരുടെ പരിധി വെച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ധാരാളം നക്ഷത്ര മണ്ഡലങ്ങൾ ആകാശത്തുണ്ട്. ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ആകാശം. അപ്പം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ നക്ഷത്ര മണ്ഡലങ്ങളെ ഉൾക്കൊള്ളുന്ന ആകാശത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ. ആ സത്യം ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ഒരുപാട് ഈ സൂറത്തിൽ പലതിലും പറഞ്ഞു. ആ വാവുൽ ഖസം, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ് എന്നാണ് അതിനെ പറയാറുള്ളത്, അല്ലെ? വാവ് പലതരത്തിലുണ്ട്. വളരെ എളുപ്പത്തിൽ അറിയുന്ന 2 വാവ് പറയുകയാണെങ്കിൽ ഒന്ന് ഇതാണ്, വാവുൽ ഖസമാണ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വല്ലാഹി എന്ന് പറയുന്നത്. വേറെ നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എന്നർത്ഥം വരുന്നൊരു വാവുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ പറയും മുഹമ്മദുൻ വ സെയ്ദുൻ, മുഹമ്മദും സെയ്ദും, മുഹമ്മദ് ആൻഡ് സെയ്ദ് എന്ന് പറയുന്ന വാവുണ്ട്. അത് വാവുൽ അത്ഫ് എന്ന് പറയും, 2 കാര്യത്തെ ചേർക്കാനുള്ള വാവ്. ഇത് വാവുൽ ഖസം, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക്. നമ്മൾ വല്ലാഹി എന്ന് പറയുന്ന ആ വാവ് അത് വേറെ അക്ഷരമാണ്. അതിനെ പറഞ്ഞാൽ ചില ആളുകൾ ഒരൊറ്റ വാക്കാണ് എന്നൊക്കെ ചിലപ്പോൾ ധരിച്ചു പോകും. വസ്സമ എന്ന് പറയുന്ന ഒരു വാക്കല്ല, വാ പ്ലസ് അസ്സമ, അതാണ്. രണ്ടും കൂടി കൂടുമ്പോഴാണ് വസ്സമായി എന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ആകാശത്തെ തന്നെയാണ് സത്യം. ആ ആകാശം എങ്ങനെയുള്ള ആകാശമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു പ്രത്യേകതയായി പറയുന്നത് അത് ദാത്തുൽ ബുറൂജാണ്. അത് നക്ഷത്രമണ്ഡലങ്ങൾ ഉള്ളതായ ആകാശമാണ്. ദാത്തു എന്ന് പറയുന്നത് ഉള്ളതായ എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം. ഉള്ളതായ ഒരു കാര്യം, ഉള്ളതായ. സൂ എന്ന് പറയാറുണ്ട് നമ്മൾ. സൂ എന്നും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ത്രീലിംഗമാണ് ദാത്തു എന്ന് പറയുന്ന വാക്ക്. ആകാശം ഒരു സ്ത്രീലിംഗ വാക്കായിട്ടാണ് അറബിയിൽ പഠിപ്പിക്കപ്പെടുന്നത്. അത് സ്ത്രീലിംഗ വാക്കാണ്, ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ വസ്സമാഇ ദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുടെ
അങ്ങനെ നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സത്യം ചെയ്ത് പറയണം. അപ്പം ആകാശത്തിൽ ഒരുപാട് നക്ഷത്രമണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് ഗോളശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്. അത് ഓരോ നക്ഷത്രമണ്ഡലങ്ങളും ആകാശത്ത് മാഞ്ഞു മറയുന്നത് ഓരോ മാസങ്ങൾക്കനുസരിച്ചിട്ടാണ്. അത് മാറി മാറി ഒരു സമയത്ത് ഉണ്ടാകുന്ന നക്ഷത്രം പിന്നീട് ഉണ്ടാവുകയില്ല. ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾ അത് പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ അത് അപ്രത്യക്ഷമാകുന്നതുമായ നക്ഷത്രത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ചില സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത് വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇപ്പോൾ ഇവിടെയൊക്കെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. നേരത്തെ ആവർത്തിച്ചൊരു കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകളിൽ ചിലതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എപ്പോഴും ഓർക്കണം. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക്. ആരെങ്കിലും അള്ളാഹുവിൻ്റേതല്ലാത്ത നാമം കൊണ്ടല്ല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ കുഫ്ർ ചെയ്തിരിക്കുന്നു. ഈ ഷിർക്കോ കുഫ്രോ ഒരിക്കലും തന്നെ ഒരാളെ ദീനിൽ നിന്ന് പുറത്തു പോക്കുന്ന കാര്യമല്ല, പക്ഷേ വൻപാപത്തെക്കാളും വലിയ പാപമാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. വൻപാപത്തെക്കാളും വലിയ പാപമാണ്. നമ്മൾ ഇന്ന ആളെ പേരിൽ മൊയ്തീൻ ഷെയ്ഖാണ് സത്യം, ഇന്ന വലിയാണ് സത്യം, ബദ്രീങ്ങളാണ് സത്യം എന്ന് പറയുന്നത് കടുത്ത തിന്മയാണ്. കള്ളു കുടിക്കുന്നതിനേക്കാളും വലിയ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അഥവാ ഒരാൾ ഈ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾ, അയാൾക്ക് ഇതറിയാനും ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അയാൾ എന്നെ ശിക്ഷിക്കുമെന്ന പോലെയുള്ള വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ഉപദ്രവങ്ങൾ അദൃശ്യമായ നിലക്ക് ഇയാൾക്ക് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊരാൾ ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്കായി തീരും. ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്കായി തീരും. ഇനി അതല്ല, ഇത് ദീനിൽപ്പെട്ട കാര്യമാണ് എന്നൊരാൾ വിശ്വസിച്ചിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഷിർക്കുൻ അസ്ഗറാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായി പറഞ്ഞ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്. അഥവാ സത്യം ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് പറയണം. ആരെങ്കിലും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യട്ടെ. മൻകാന ഹാലിഫൻ, സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അഥവാ വെറുതെ എല്ലാത്തിനും കയറി വല്ലാഹി വല്ലാഹി എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യട്ടെ. ഔൽ യസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് സാന്ദർഭികമായി ഉണർത്തുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പലപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വാഗ്ദാനം ചെയ്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യമാണ് എന്ത്? അന്ത്യനാളെന്നുള്ളത്. ഒരുപാട് സൂറത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിന് ഒരന്ത്യമുണ്ട്. ഈ ലോകം എന്നും ഇതേപോലെ നിലനിൽക്കാൻ പോകുന്നില്ല. ഇവിടെ കാണുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അന്ത്യമുണ്ട് എന്നുള്ളത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, വാഗ്ദാനം ചെയ്ത കാര്യമാണ്. അതാണ് വൽ യൗമിൽ മൗഊദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ തന്നെയാണ് സത്യം. അഥവാ ഖിയാമത്ത് നാളെന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന മുഴുവൻ പടപ്പുകളും വളരെ ഗൗരവമുള്ള കാര്യമായിരിക്കും. ആ സത്യം ചെയ്ത് പറയാൻ പോകുന്ന കാര്യവും അതീവ ഗൗരവമുള്ള വസ്തുതയുമായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വശാഹിദിൻ വ മഷ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചവൻ എന്നാണ് അർത്ഥം. ഷഹീദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഷാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് സാക്ഷ്യം വഹിച്ചവൻ, എന്നാൽ ഞാൻ സാക്ഷിയാണ് എന്ന് പറയുന്നവരാണ് ഷാഹിദ് എന്ന് പറയുന്നത്. മഷ്ഹൂദ് എന്ന് പറയുന്നത് സാക്ഷ്യം വഹിക്കപ്പെട്ടവൻ, അഥവാ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ സാക്ഷ്യം വഹിക്കപ്പെട്ടതായിട്ട് ചിലർ ഉണ്ടാകുന്നതായിരിക്കും. ഒരാളാണ് സാക്ഷ്യം പറയുക, അയാൾ ആ സാക്ഷ്യം പറയുന്നതിന് സാക്ഷ്യം വഹിക്കപ്പെട്ട ആളുകളുമുണ്ട്, അത് കേട്ട ആളുകളുണ്ട്, ഇയാളുടെ സാക്ഷി കേട്ട ആളുകളുണ്ട്, അവർക്കാണ് മഷ്ഹൂദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുഴുവൻ സാക്ഷികളെയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യത്തിനെയും തന്നെയാണ് സത്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിറുകളോട് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിലും അതുപോലെ ഹദീസുകളിലൊക്കെ സാക്ഷ്യം വഹിച്ച ആളുകൾ ആരൊക്കെയാണ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് വളരെ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അള്ളാഹുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഇറക്കിത്തന്ന മുഴുവൻ കാര്യത്തെക്കുറിച്ച്, പരലോകമുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷിയാണ്. വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മതി. നിങ്ങളെല്ലാവരും നിഷേധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷിയായിട്ട് മതിയായതാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ മുഴുവൻ തെളിവും അവിടെ സ്ഥാപിക്കും. അല്ല, എന്തിനാണ് സാക്ഷികളെ? തെളിവ് സ്ഥാപിക്കാനാണ്.
അപ്പം അങ്ങനെ എല്ലാ തെളിവുകളും ഇവർക്ക് ഈ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ തള്ളിക്കളഞ്ഞത് തന്നെയാണ്, ദീനനുസരിച്ച് ജീവിക്കാതെ തള്ളിക്കളഞ്ഞത് തന്നെയാണ് എന്ന് ഓരോ മനുഷ്യനെതിരെയും സാക്ഷി പറയാൻ പരലോകത്തെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അപ്പോൾ ഒന്ന് അള്ളാഹു തന്നെ സാക്ഷിയായി മതിയായതാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, നമുക്ക് സാക്ഷിയായി നമ്മുടെ നബിയുണ്ട്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല പറഞ്ഞല്ലോ, വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദ, ഓ നബിയെ, താങ്കളെ അവർക്കെതിരെ സാക്ഷിയായി നാം കൊണ്ടുവരുന്നതാണ്. പരലോകത്ത് നമുക്കാർക്കും ഇനി ഇതൊന്നും എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിത് എത്തിച്ചിട്ടാണ് പോയത്, മുഴുവൻ കാര്യങ്ങളും ഈ ഉമ്മത്തിന് എത്തിച്ചിട്ടാണ് ഞാൻ പോയത് എന്നുള്ളത് പരലോകത്ത് വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു തആല അത് പറഞ്ഞതാണ്, വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുഴുവൻ അമ്പിയാക്കളും അവരുടെ സമുദായത്തിന് സാക്ഷികളാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലുകാർക്കെതിരെ സാക്ഷി പറയുന്നതായിരിക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ആരാധിക്കുന്ന ഇന്നുള്ള നസ്രാണികൾക്കെതിരെ സാക്ഷി പറയുന്നതായിരിക്കും. അതുപോലെ ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിനെതിരെ സാക്ഷി പറയുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദ, എല്ലാ സമുദായങ്ങളിൽ നിന്നും നാം സാക്ഷികളെ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും കാര്യം, എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവർക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അവർക്കെതിരെ സാക്ഷിയായി ഞാനിത് എത്തിച്ചു വന്നിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ എന്തു ചെയ്യും? അവിടെ സാക്ഷികൾ പറയും. അതുപോലെ തന്നെ അവിടെ മലക്കുകൾ സാക്ഷി പറയുന്നതാണ്. മലക്കുകൾ സഹോദരങ്ങളെ സാക്ഷി പറയുന്നുണ്ട്. മലക്കുകൾ പറയും. ഈ പറയുന്ന ആയത്തിൽ മലക്കുകളാണ് ഉൾപ്പെടുന്നത് എന്നും കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, നമ്മൾ ചെയ്ത തിന്മകൾ, അത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ ബിമാ കാനൂ യഅമലൂൻ. യൗമ തശ്ഹദു അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. അവരുടെ നാവുകൾ, അവർ സംസാരിച്ച കാര്യങ്ങൾ നാവ് പറഞ്ഞ് ഞാനിത് സംസാരിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് നാളെ പറയാൻ പറ്റൂല. അല്ല, ഇവിടുന്ന് ഇപ്പോൾ ആളുകൾക്ക് കോടതിയിൽ മാറ്റി പറയാം. നമ്മളെ കോടതിൻ്റെ വിധി അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഒരാളൊരു കാര്യം പറഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞാൽ ഇതാണ് അവൻ്റെ ലാസ്റ്റ് മൊഴി എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ നേരത്തെ പറഞ്ഞതോ അത് അബദ്ധം, കഴിഞ്ഞു, മാറ്റി പറയാം. ആർക്കും എന്തും പറയാം, സത്യം പറഞ്ഞ് പിന്നെ കളവ് പറയാം, ഒക്കെ പറയാം. പക്ഷെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും മൊഴി അവിടെ രേഖപ്പെടുത്തി വെച്ചത് അവിടെ ഉണ്ടാകും. നാവ് കൊണ്ട് കളവ് പറയാൻ സാധിക്കുകയില്ല. നാളെ അവിടെ നാവ് കൊണ്ട് കളവ് പറയാൻ സാധിക്കുകയില്ല. കാരണം അവൻ്റെ നാവ് സീൽ വെക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ നാവ് പറയുള്ളൂ. നാവ് എന്തിനാണോ സാക്ഷ്യം വഹിച്ചത് അതേ നാവ് പറയുള്ളൂ. നാവിന് സാക്ഷ്യം വഹിച്ചതിനെതിരായിട്ട് ഒന്നും പറയാൻ സാധിക്കുകയില്ല. വൈദീഹിം, അവരുടെ കൈകളും സാക്ഷ്യം വഹിക്കും. ആരെങ്കിലും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അനാവശ്യങ്ങൾ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്യാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൈകൾ സംസാരിപ്പിക്കും. വ അർജുലുഹും, അവരുടെ കാലുകളും സംസാരിക്കും. കാലുകളും അവിടെ സംസാരിക്കും. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ തൊട്ട് എല്ലാം അവിടെ സാക്ഷിയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് മുഴുവൻ ജനങ്ങൾക്കും സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് കഴിഞ്ഞുപോയ എല്ലാ ഉമ്മത്തിനും സാക്ഷിയാണ്. നമ്മൾ ഈ ഉമ്മത്തിനൊരു ഖൈറുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ഉമ്മത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വലിയൊരു നിഅമത്താണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, നിങ്ങളെ വസത്തുള്ള, നിങ്ങളെ മധ്യമ സമൂഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുണ്ട്. ലിതകൂനു ശുഹദാ അലന്നാസ്, നാളെ ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ലോകർക്കുള്ള മുഴുവൻ ജനങ്ങൾക്കും എതിരെ സാക്ഷി പറയും. അമ്പിയാക്കൾ വന്നിട്ടുണ്ട്, ഹക്കിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച് അവർ സാക്ഷ്യം പറയുന്നതാണ് എന്ന് കാണാം. അതുപോലെ വെള്ളിയാഴ്ച ദിവസം സാക്ഷിയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച സാക്ഷിയായിരിക്കും എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, ഹജറുൽ അസ്വദ് സാക്ഷിയാണ്. അതിനെ ചുംബിക്കുന്ന, അതിനെ സ്പർശിക്കുന്ന ആളുകൾക്ക് നാളെ ഹജറുൽ അസ്വദ് സാക്ഷിയായിരിക്കും എന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ 8ഓളം സാക്ഷികളെ വഷാഹിദിൻ എന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർ പരാമർശിച്ചത് കാണാം. വഷാഹിദിൻ വ മഷ്ഹൂദ്. അതുപോലെ സാക്ഷ്യം വഹിക്കപ്പെടുന്ന, ഇവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ആളുകളുണ്ട്. അതിലാരാണ് മഷ്ഹൂദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിലാണ് ഈ സാക്ഷി പറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ അത് സാക്ഷിയായിട്ട് വരും. അതുപോലെ ചില ഹദീസിൽ വന്നതുപോലെ യൗമു അറഫ, അറഫാ ദിനം സാക്ഷ്യം വഹിക്കപ്പെട്ട ദിവസമാണ്. ഒരുപാട് ആളുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വന്ന് ഖേദിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച ദിനമാണ് അറഫാ ദിവസം. ഓരോ അറഫാ ദിവസവും അവിടെയുള്ള ആളുകൾക്ക് സാക്ഷ്യം വഹിക്കപ്പെട്ടതാണ്. അവർ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് പറയുമ്പോൾ അവർ അതിന് സാക്ഷികളായിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കപ്പെട്ടതായിരിക്കും.
എന്നുള്ളത് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. വശാഹിദിം വ മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിൻ്റെ ആളുകൾ നശിച്ചു പോകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുതില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നാണ് പൊതുവെ അർത്ഥം വെക്കാറുള്ളത്. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ്. എന്നാൽ അതിന് ലുഇന, ശപിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉഹ്ലിക, നശിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നശിച്ചു പോകട്ടെ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കിടങ്ങിൻ്റെ ആളുകളെ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നു. ആരാണ് അവർ? അന്നാരി ദാത്തിൽ വഖൂദ്, അതായത് വിറകു നിറച്ച തീയുടെ ആളുകൾ. എന്താണ് ഇവിടെ പരാമർശിച്ച സംഭവം? സഹോദരങ്ങളെ, നമുക്ക് മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ സാധിക്കും. അതൊന്നുകിൽ ഷാമിലാണ് അല്ലെങ്കിൽ യമനിലാണ്. ഒരു പറ്റം വിശ്വാസികളായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ധിക്കാരികളായ ഭരണാധികാരികൾ, മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നതായ ആളുകൾ എന്തു ചെയ്തു? ആരാണോ വിശ്വാസത്തിൽ നിന്നും തിരിച്ച് കുഫറിലേക്ക് മുർത്തദ്ദായി മാറാത്തത്, അഥവാ ദീനിൽ നിന്നും പുറത്തു വരാത്തത്, ഇസ്ലാമിൽ നിന്നും പുറത്തു വരാത്തത്, അവരെ ചുട്ടുകരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വലിയൊരു കിടങ്ങെടുത്തു, വലിയൊരു കിടങ്ങ് കുഴിച്ചു. ആ കിടങ്ങ് കുഴിച്ചിട്ട് അതിൽ തീ ആളിക്കത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ തിരിച്ച് നമ്മുടെ ദീനിലേക്ക് മടങ്ങി വന്നിട്ടില്ല എങ്കിൽ ഈ തീയിൽ നിങ്ങൾക്ക് കത്തിയെരിയാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളെ കൊണ്ടുവരികയും ആ തീ കാണിക്കുകയും ചെയ്തു. എന്നിട്ട് ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന ആളുകളെ അവരെന്ത് ചെയ്തു? ആ തീയിൽ കത്തിയെരിക്കുകയും ചെയ്തു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ കിടങ്ങിൻ്റെ ആളുകൾ നശിച്ചു പോകട്ടെ. അന്നാരി ദാത്തിൽ വഖൂദ്, അതായത് വിറകു നിറച്ച തീയുടെ ആളുകൾ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്നത് ഒരു കുഫാറുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ മുഅ്മിനീങ്ങളെ തീ കൊണ്ട് ശിക്ഷിച്ച ആളുകളാണ്. ഈ പറഞ്ഞതുപോലെ ഷാമിലോ അല്ലെങ്കിൽ യമനിലോ സംഭവിച്ച ഒരു സംഭവമാണത്. അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് വ്യത്യസ്ത റിവായത്തുകൾ, തഫ്സീറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്നാരി ദാത്തിൽ വഖൂദ്, അവർ ആ തീനെ കത്തിക്കുന്നത് വിറകു നിറച്ച തീയുടെ ആളുകളാണ്. ചിലർ പറഞ്ഞു ഈ മുഅ്മിനീങ്ങളെയാണ് അവർ തീയായിട്ട്, അതായത് കത്തിയാളിക്കാൻ ഈ മുഅ്മിനീങ്ങൾ അവർ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുഅ്മിനീങ്ങൾ എങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്? ആ തീ ഇങ്ങനെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുഅ്മിനീങ്ങൾ എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ഹും അലൈഹാ ഖുഊദ്, ആ ചെയ്യുന്ന സംഭവത്തിൽ സഹോദരങ്ങൾ അവർ അതിന്മേൽ ഇരിക്കുന്നവരായിരുന്നു. അഥവാ ഇവരുടെ വിനോദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഈ തീയിൽ ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ ഇടുക. ഈ തീയിലിട്ട് ഇവരിങ്ങനെ കത്തിയെരിയുന്ന സമയത്ത് ഇവർക്കൊരു മനപ്രയാസം ഉണ്ടാവുകയില്ല, ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. അവർ ഇദ്ഹും അലൈഹാ ഖുഊദ്, അവർ അതിന്മേൽ ഇരിക്കുന്നവരായിരുന്നു. ഖുഊദ് എന്ന് പറഞ്ഞാൽ ഖാഇദ് എന്ന് പറയുന്ന വാക്കിന് ബഹുവചനാണ്. ഒരുപാട് ആളുകളെ സഹോദരങ്ങളെ അവിടെ അങ്ങനെ ഇരിക്കുന്നവരായിരുന്നു എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർക്കൊരു മനുഷ്യത്വം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കളോട് പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരാളെ കത്തിയെരിക്കാൻ സാധിക്കുകയില്ല, നമ്മുടെ മനസ്സ് പടയുന്നതായിരിക്കും. എന്നാൽ ഈ ആളുകൾ, ഈ സാധുക്കളായ, ഒരു ആളെയും ഉപദ്രവിക്കാത്തവരായ സാധുക്കളായ ഈ ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ തീയിലിട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? കരിക്കുകയാണ്. തീയിലിട്ട് കരിക്കുകയും ആ കാഴ്ച കണ്ട് രസിക്കുകയും അതിനെ മൈൻഡ് ചെയ്യാതെ, അവരുടെ നിലവിളികളെയോ അവരുടെ രോദനങ്ങളെയോ മൈൻഡ് ചെയ്യാതെ, അതിനെ ഒന്നും തന്നെ സഹോദരങ്ങളെ ശ്രദ്ധിക്കാതെ അവരവിടെ ഇരുന്ന് വർത്താനം പറയുകയാണ്. അവരാണ് ഇദ്ഹും അലൈഹാ ഖുഊദ്, അവർ അതിന്മേൽ ഇരിക്കുന്ന സന്ദർഭം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, അല്ലാഹുവിൽ വിശ്വസിച്ചവരോട് തങ്ങൾ പ്രവർത്തിക്കുന്നതിന് അവർ ദൃക്സാക്ഷികളായിരുന്നു. അഥവാ ഈ മുഅ്മിനീങ്ങൾ അവരെ മുഅ്മിനീങ്ങളെ ഇങ്ങനെ കരിക്കുന്ന സമയത്ത് ഈ ആളുകൾ എന്താണ്? അവിടെ സാക്ഷികളായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ വലിയ തിന്മയെക്കുറിച്ച് പറയാൻ. മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ ഇവർക്ക് കഴിവുണ്ടായിരുന്നു, അതിനെ ചെറുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇവർ അത് ചെറുക്കുന്ന ആളുകളായിരുന്നില്ല, ഇവരതിൽ ആസ്വദിക്കുന്ന ആളുകളാണ്. മുഅ്മിനീങ്ങളെ ഇങ്ങനെ കത്തിയെരിക്കുന്നത് ആസ്വദിക്കുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന, ഇവർക്ക് ഈ കിട്ടണം, ഈ ശിക്ഷ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു. എന്തുകൊണ്ടാണ് ആ മുഅ്മിനീങ്ങൾ കത്തിയെരിക്കപ്പെട്ടത്? അവർ വല്ല തിന്മയും ചെയ്തിട്ടുണ്ടോ? അവരെന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണോ ഈ വലിയ ശിക്ഷ, തീയിൽ കത്തിയെരിക്കപ്പെടുക എന്നുള്ള ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്? അല്ലാഹു തആല പറയാൻ, വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അൽ അസീസും അൽ ഹമീദുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു കുറ്റമായി ഇവർക്ക് മേൽ ചുമത്താനുണ്ടായിരുന്നില്ല, മറ്റൊരു കുറ്റവും ഇവർ കണ്ടിരുന്നില്ല. അൽ അസീസും ഹമീദുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അവരുടെ കുറ്റം. അള്ളാഹുൽ വിശ്വസിച്ചു എന്നുള്ളത് ഒരു കുറ്റമല്ല യഥാർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹ് ചെയ്യുന്ന രൂപത്തിൽ അവരെ ആക്ഷേപിക്കുകയാണ്.
അപ്പം അള്ളാഹുവിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെ ഒരു കുറ്റം പറയാനുണ്ടായിരുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അതല്ലാതെ ഇവർ ആരെങ്കിലുമൊക്കെ അന്യായമായി ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പീഡനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബുദ്ധിമുട്ടിക്കലോ ഉപദ്രവങ്ങളോ ചെയ്യാത്ത സാധുക്കളായ അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇത് മാത്രമാണ് അവർ ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൽ അവർ ഉറച്ചു വിശ്വസിച്ചു. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ഞങ്ങൾ മറ്റൊന്നിനെയും ആരാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ്, സാധുക്കളായ ആളുകളാണ്. പക്ഷെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ എന്ന് പറയുന്നത് ആ തീയിൽ കത്തിയെരിയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു കുറ്റവും അവർക്കുമേൽ ചുമത്താൻ ഈ സത്യനിഷേധികൾക്കുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തരമായ 2 ഇസ്മുകളാണ് അൽ അസീസ്, രണ്ടാമത്തത് അൽ ഹമീദ്. അള്ളാഹു അൽ അസീസാണ്, എല്ലാത്തിനെയും അതിജയിക്കുന്നവനാണ്. അൽ ഗാലിബുല്ലദി ലാ യഗ്ലിബുഹു ഷൈഉൻ, ഒന്നിനെയും അതിജയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനല്ല, എല്ലാത്തിനെയും അതിജയിക്കുന്നവനാണ്. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ പേര് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കാരണം ആളുകൾ വിചാരിക്കും മുഅ്മിനീങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത്, മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അത് അനുഭവിക്കുന്ന സമയത്ത് എന്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അതിജയിച്ച് തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അതിജയിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ അവനെതിരെ പോരാടാനൊന്നും ഒരാൾക്കും സാധിക്കുകയില്ല. അവൻ അൽ അസീസാണ്, എല്ലാത്തിനെയും അതിജയിക്കുന്ന ഖഹാറാണ് അവൻ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ ശക്തിയിലൊന്നും ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല. അവൻ അൽ അസീസാണ്. അതുപോലെ തന്നെ അവൻ അൽ ഹമീദുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദാണ്. എന്തിനാണ് സഹോദരങ്ങൾ ഈ പേര് ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അൽ അസീസ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപശാലിയാണ്. അപ്പം അള്ളാഹുവിനെ ആർക്കും അതിജയിക്കാനും സാധിക്കില്ല. അപ്പോൾ ഈ ശിക്ഷകൾ കാണുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് വല്ല ശിക്ഷകളും വന്നു ഭവിക്കുന്ന സമയത്ത് നമ്മൾക്കൊരിക്കലും സംശയം ഉണ്ടായി പോകരുത്, എന്താ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇതിനൊന്നും ചെറുക്കാൻ സാധിക്കുന്നില്ലേ എന്ന് നമ്മൾ ആരും ചിന്തിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മുഅ്മിനീങ്ങൾക്ക് എല്ലാ കാലത്തും ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ പീഡനങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് എന്നും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല അത്. എല്ലാ കാലത്തും സഹോദരങ്ങൾ ഇത് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും അള്ളാഹു അൽ അസീസ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഅ്മിനീങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് ഒരു ജയിൽ പോലെ അനുഭവപ്പെടുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ നിശ്ചയിച്ചിട്ടുള്ള ചില ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെ അവൻ അൽ ഹമീദാണ്. എല്ലാ സമയത്തും അവൻ ഹംദുകൾക്ക് അർഹനാണ്, മഹ്മൂദാണ് അവൻ. എല്ലാ സമയത്തും അവൻ ഹംദുകൾക്ക് അർഹതയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള ആയത്തിൽ പീഡനങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കപ്പെടേണ്ടവനല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു അൽ ഹമീദാണ്, എല്ലാ സമയത്തും സ്തുതിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ പുതുതായി ലഭിച്ചാൽ അവിടുന്ന് പറയും അൽഹംദുലില്ലാ അല്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സാലിഹാത്ത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് സർവ്വസ്തുതിയും. അല്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സാലിഹാത്ത്, അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എല്ലാ സൽക്കർമ്മങ്ങളും പൂർത്തിയാകുന്നത് എന്ന് പറയുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പുതിയ നിഅമത്തുകൾ നമുക്ക് ലഭിച്ചാൽ നമ്മൾ പറയേണ്ട വാക്കാണത്. അൽഹംദുലില്ലാ എന്ന് ഏറ്റവും കുറഞ്ഞത് പറയണം. ഇത് ശരിക്കും പഠിച്ചിട്ട് അല്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സാലിഹാത്ത്. അല്ല, നമുക്കൊരു പുതിയ കുഞ്ഞുണ്ടായാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീട് പണി കഴിപ്പിക്കാൻ പറ്റിയാൽ, അല്ല എന്തെങ്കിലുമൊക്കെ ഒരു വാഹനങ്ങൾ വാങ്ങാൻ പറ്റിയാൽ, എന്തെങ്കിലുമൊക്കെ പുതിയൊരു നിഅമത്ത് കിട്ടിയാൽ നമ്മൾ പറയേണ്ട വാക്കാണിത്. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസകരമായ അവസ്ഥ ഉണ്ടായാലോ, പ്രയാസകരമായൊരു വാർത്ത കേൾക്കേണ്ടി വന്നു, അവസ്ഥ ഉണ്ട്, എന്താണ് പറയുക? അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദുണ്ട് എന്നാണ് പറയേണ്ടത്. അതല്ലാതെ ഒരു അവസ്ഥയിലും നമുക്ക് പൊറുതികേടുണ്ടാകാൻ പാടില്ല, പ്രയാസമുണ്ടാകാൻ പാടില്ല, അതിലൊരു തൃപ്തിയില്ലായ്മ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് സഹോദരങ്ങളെ, എല്ലാ അവസ്ഥയിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ എന്ത് ചെയ്യണം? സ്തുതിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഅലം അന്ന നസ്റ മഅസ് സബ്ർ, തീർച്ചയായും സഹായം എന്ന് പറയുന്നത് ക്ഷമയോടൊപ്പമാണ്. നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. പൊറുതികേടുണ്ടാകാൻ പാടില്ല, നന്നായി ക്ഷമിക്കണം. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, ക്ഷമിക്കണം. ആ ക്ഷമയോടൊപ്പം തീർച്ചയായിട്ടും
സഹായമുണ്ടാകും. ക്ഷമയില്ലാതെ എടുത്തു ചാടിയാൽ, ക്ഷമയില്ലാതെ അക്ഷമരായിക്കൊണ്ട് പൊറുതികേട് കാണിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ നമുക്ക് വിജയം കിട്ടിക്കൊള്ളണമെന്നില്ല. വിജയം അല്ലാഹു തആല ബന്ധപ്പെടുത്തിയത് ക്ഷമയുമായിട്ടാണ്. വഅലം അന്ന നസ്റ മഅസ് സബ്ർ, തീർച്ചയായും ക്ഷമ അതോടൊപ്പമാണ് നിനക്ക് സഹായമുണ്ടാകുക, വിജയമുണ്ടാകുക എന്നുള്ളതാണ്. വഅന്നൽ ഫർജ മഅൽ ഖർബ്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളോടൊപ്പം അല്ലാഹു തുറവിയും തരും. ഏതെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ തുറവി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോടൊപ്പം നിശ്ചയിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടേണ്ടതില്ല. വഅന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം തന്നെ യുസ്റുമുണ്ട്, എളുപ്പവുമുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു തന്നതുപോലെ വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, തീർച്ചയായും ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. ഖൈർ കൊണ്ട് മാത്രം അല്ല, നിങ്ങൾക്ക് ഷർറ് കൊണ്ട് മാത്രമല്ല, ഖൈർ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. രണ്ടും പരീക്ഷണമാണ്. മുൻഗാമികൾ അങ്ങനെയാണ്, അവർക്ക് വരുന്ന എല്ലാ പരീക്ഷണങ്ങളും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പോലെയാണ് അവർ കണ്ടിരുന്നത് എന്നാണ്. കാരണം രണ്ടും പരീക്ഷണമാണ്. ബുദ്ധിയുള്ള ആളുകൾക്കറിയാം, എനിക്ക് സമ്പത്ത് നൽകിയതും പരീക്ഷണമാണ്, ഞാൻ ദാരിദ്ര്യത്തിൽപ്പെട്ടതും പരീക്ഷണമാണ്. എൻ്റെ കച്ചവടം ഉയർന്നു പൊങ്ങിയതും പരീക്ഷണമാണ്, എൻ്റെ കച്ചവടത്തിൽ ഞാൻ താഴോട്ട് പോയതും പരീക്ഷണമാണ്. ബുദ്ധിയുള്ള ആളുകൾ രണ്ടും ഒരുപോലെയാണ് കാണുക. കാരണം സമ്പത്തുണ്ടായാലും അതിന് പരീക്ഷണമുണ്ട്, അത് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. ഇനി സമ്പത്തില്ലാതിരിക്കുന്ന അവസ്ഥയിലും ക്ഷമയോടെ ഞാനത് കാത്തിരിക്കുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ തുറവിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ, അല്ല അക്ഷമനായിക്കൊണ്ട് ദീൻ ഉപേക്ഷിച്ച് പോകുകയാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുകയാണോ, റബ്ബ് സുബ്ഹാനഹു വ തആല അത് പരീക്ഷിക്കുന്നതാണ്. നോക്കൂ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ബിൽക്കീസിൻ്റെ ആ രാജ്ഞിയുടെ ആ കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. റബ്ബ് ഇങ്ങനെ ഈ വലിയ കൊട്ടാരം എൻ്റെ മുന്നിൽ എത്തിച്ചെന്ന്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജിന്നിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പല രൂപത്തിലുള്ള ജിന്നുകൾ എന്താണോ കൽപ്പിക്കുന്നത് അത് ഉടനെ എടുത്ത് കൊണ്ടുവരിക. അത് ലോകത്ത് മറ്റാർക്കും നൽകാത്ത രൂപത്തിലുള്ള വലിയൊരു അനുഗ്രഹം, വലിയൊരു മുഅ്ജിസത്ത് അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. എന്തിനാണ്? ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഞാൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവനാണോ അതല്ല നന്ദികേട് കാണിക്കുന്നവനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. പലരും അവരുടെ വീടുകളുടെ മുന്നിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് മാത്രം എഴുതും. യഥാർത്ഥത്തിൽ അങ്ങനെ ഖുർആൻ ആയത്തുകൾ പ്രത്യേകം ഫ്രെയിം ചെയ്യുന്നതിൽ അങ്ങനെ സുന്നത്തൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് എന്നാണ്. കാരണം പലപ്പോഴും അത്തരത്തിൽ എഴുതി വെക്കുന്ന പൊടി പിടിക്കലും അങ്ങനെ ഖുർആനിന് ആയത്തിനെ ഒരു അപമാനിക്കുന്ന രംഗത്തേക്ക് പലപ്പോഴും എത്താറുണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നാലും പലരും ഈ ഒരു ഭാഗം മാത്രം കൊടുക്കുന്നത് കാണാം. ഹാദാ മിൻ ഫദ്ലി റബ്ബി, അതിൻ്റെ ആയത്തിൻ്റെ ബാക്കിയുണ്ട് ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഈ വീടുണ്ടാക്കിയത് ഫദ്ൽ റബ്ബി തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ വീടുണ്ടാക്കിയിട്ട് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നാമത്തെ ദിവസം തന്നെ സിനിമയും പാട്ടും വെച്ചിട്ട് അങ്ങനെ അള്ളാഹിനെ ധിക്കരിക്കുന്ന പണിയാണ് കൊടുക്കാൻ പോകുന്നത്. ഇനി അതല്ല ബിദ്അത്തുകളെ കൊണ്ടാണോ ആരംഭിക്കുന്നത്? മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്ന് 4 ഭാഗത്തുനിന്ന് ബാങ്ക് കൊടുപ്പിച്ചിട്ട് ആ രൂപത്തിൽ അരിമറിച്ചിട്ടിട്ട് ഇങ്ങനെ ബിദ്അത്തുകൾ കൊണ്ടാണോ ആരംഭിക്കാൻ പോകുന്നത്? അത് മനസ്സിലാക്കണം. ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് മാത്രം എഴുതിയാൽ പോരാ, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. അള്ളാഹിൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ആ നല്ലൊരു ബൈത്തായി അത് മാറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട ഖിറാഅത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, നിസ്കാരങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ള നന്ദി കാണിച്ചിട്ടുള്ളൊരു വീടാക്കി മാറ്റുമോ? അതല്ല ഈ വീട് കിട്ടുന്നത് വരെ റബ്ബിനോട് തേടിയിട്ട് അവസാനം വീട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മറന്നിട്ട് അള്ളാഹിനെ ധിക്കരിച്ചിട്ടുള്ള ഒരു വീടായി തീരുമോ? എല്ലാ കാര്യത്തിൻ്റെ മേലും ആളുകൾ എഴുതുന്ന കാര്യമാണ്, പ്രത്യേകം മനസ്സിലാക്കുക. എന്ത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്, അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അമ്പിയാക്കൾ തിരിച്ചറിഞ്ഞു അത് റബ്ബിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ പ്രയാസങ്ങളും ഇത് വെവ്വേറെ ലക്ഷ്യങ്ങളില്ല, എല്ലാം പരീക്ഷണം എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾക്ക് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദാണ്. അല്ലാഹു തആല എല്ലാ സമയങ്ങളിലും സ്തുതിക്കപ്പെടേണ്ടവനാണ്. എല്ലാ സമയങ്ങളിലും നമുക്ക് പ്രയാസമുള്ള സമയത്തും ബുദ്ധിമുട്ടുകളുള്ള സമയത്തും അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഈ ദീന് മനസ്സിലാക്കിയ ആളുകളെ നോക്കൂ, ഇന്നും ഫിലിസ്തീനിലെ മക്കൾ അവർക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്തും അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ ഖളാ ഖദർ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ കുട്ടികൾ പോലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്, ഈ നാട് നൽകിയത്, ഈ നാടിന് ചുറ്റും അനുഗ്രഹീതമായ വൃക്ഷങ്ങൾ നൽകിയത്, സുഖസൗകര്യങ്ങൾ നൽകിയത് എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് യഹൂദികൾക്ക് അവർക്കുമേൽ എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? അക്രമങ്ങൾ അയച്ചുവിടാൻ സാധിച്ചിട്ടുള്ളത്, പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത്, അവരിൽ ചിലരെ കൊലപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇതിൻ്റെ പിന്നിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദാണ്, സ്തുതിക്കപ്പെടേണ്ടവനാണ്. അള്ളാഹു സ്തുതിക്കപ്പെടാൻ പാടില്ലാത്തതായ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കപ്പെടേണ്ടതായ
ഒരു കാര്യവും സഹോദരങ്ങളെ ഒരിടത്തുമില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അൽ അസീസ് അൽ ഹമീദ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളും എന്തിനിവിടെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒന്നുകൂടി അവൻ പറയുന്നു, അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ആകാശഭൂമികളുടെ അധീനത, അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മാലിക്കുൽ മുൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു തആലയ്ക്ക് ഏതെങ്കിലും ഒരു നാട്ടിൻ്റെ മുൽക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല അവിടെ ചില ആളുകൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചത്, പ്രയാസപ്പെടുത്തിയത്. അതല്ലെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങളെ കാഫിറുകളായ ചിലർ കിടങ്ങുണ്ടാക്കി കത്തിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവിടെ അധികാരമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നിങ്ങൾ ഈ ചെയ്ത മുഴുവൻ കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാണ് എന്നാണ് സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥതയുണ്ട്. റബ്ബിൻ്റെ ഭൂമിയിൽ വന്നിട്ട് തന്നെയാണ് നിങ്ങൾ കളിച്ചത്, റബ്ബിൻ്റെ ഭൂമിയിൽ വന്നിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചത്. അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് സാക്ഷിയായിട്ടുണ്ട് താനും എന്നുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തീർച്ചയായും മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉപദ്രവിച്ച ആളുകൾ, ഫതനു എന്ന് പറഞ്ഞാൽ തീയിൽ കരിക്കുന്നതിനാണ് ഫതന എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. തീയിൽ കരിക്കുക എന്നുള്ള വാക്ക് അതിന് ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ തന്നെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യൗമഹും അലന്നാരി യുഫ്തനൂൻ, അന്നേ ദിവസം അവർ നരകശിക്ഷയിൽ വെന്തെരിയുന്നതാണ്, തീയിൽ ചുട്ടരിക്കപ്പെടുന്നതാണ്. ദൂഖു ഫിത്നതകും ഹാദല്ലദീ കുൻതും ബിഹി തസ്തഅജിലൂൻ, ദുനിയാവിൽ തിരക്കാക്കിയിട്ടുള്ള പരിഹസിച്ചിട്ടുണ്ടല്ലോ, ആ ശിക്ഷ ഇതാ വന്നെത്തിയിരിക്കുന്നു, അത് നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോഴും അള്ളാഹു ഫിത്ന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഫിത്ന എന്ന് പറയുന്ന വാക്കിന് കുഴപ്പം എന്ന് പറയുന്ന ഒരു അർത്ഥം നമുക്ക് പൊതുവെ അറിയാം. എന്നാൽ ഫത്തന എന്ന് പറയുന്ന വാക്ക് പൊതുവെ നമ്മൾ തട്ടാന്മാരൊക്കെ ഇങ്ങനെ സ്വർണത്തിനൊക്കെ ഉരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്കിന് ഫത്തന എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. സ്വർണത്തിനൊക്കെ കരിക്കുക എന്നുള്ള വാക്ക് സഹോദരങ്ങളെ അത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയാൻ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തീർച്ചയായും മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ച തീയിൽ കരിച്ച ആളുകൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഫതനൂഹും എന്ന് പറഞ്ഞാൽ സദ്ദൂഹും അൻ ദീനിഹിം, ദീനിൽ നിന്നും തടഞ്ഞവർ എന്നും അർത്ഥമുണ്ട്. ദീനിൽ നിന്നും തടയുക, ആളുകളൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് ആരെങ്കിലുമൊക്കെ തടഞ്ഞു, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചത് അതനുസരിച്ച് ജീവിക്കുന്നവരെ ആരെങ്കിലുമൊക്കെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഈ ആയത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, തീർച്ചയായും മുഅ്മിനീങ്ങളായ പുരുഷന്മാരെയും മുഅ്മിനീങ്ങളായ സ്ത്രീകളെയും ഉപദ്രവിച്ചവർ, അവരെ മർദ്ദിക്കുകയും അങ്ങനെ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്ത ആളുകൾ. നോക്കൂ സഹോദരങ്ങളെ, ഇനി പറയാൻ പോകുന്നത് വളരെ അത്ഭുതകരമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്താണ്. സുമ്മലം യതൂബു, എന്നിട്ട് അവർ തൗബ ചെയ്തിട്ടില്ല എങ്കിലാണ് ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്, അവർക്ക് നരകശിക്ഷയുള്ളത്, അവർക്ക് കത്തിയെരിയുന്ന ശിക്ഷയുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങളായ ഔലിയാക്കളായ അവൻ്റെ ആളുകളെ, സത്യവിശ്വാസികളെ ചുട്ടരിച്ച് കരിച്ച ആളുകൾ എത്ര ക്രൂരന്മാരായിരിക്കും അവർ, എത്ര ക്രൂരന്മാരായിരിക്കും ആ ആളുകൾ. മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തുക, അവരെ ഉപദ്രവിക്കുക, അവരെ മർദ്ദിക്കുക, അവരെ ചുട്ടരിച്ച് കരിക്കുക, എത്ര ക്രൂരന്മാരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത് സുമ്മലം യതൂബു, എന്നിട്ട് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് അവർക്ക് ശിക്ഷ. മുൻഗാമികളായ പലരും പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിൽമ് നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹനശീലം, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ക്ഷമിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ അവൻ്റെ മുഅ്മിനീങ്ങളായ ആളുകൾ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ച, അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന് മാത്രം പ്രയാസപ്പെട്ട ആളുകൾ, അവരെ കൊന്നവരെ, കത്തിക്കരിച്ചവരെ, ആളുകളെ, അവർക്കുള്ള ശിക്ഷ, ആ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. അവർക്കും തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. അവിടെ പറഞ്ഞു സുമ്മലം യതൂബു, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷയുള്ളൂ. അതാണ് മുൻഗാമികൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിൽമ് നോക്കൂ, ഉൻളുർ ഇലാ ഹിൽമില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹിൽമ് നിങ്ങൾ നോക്കൂ. യുഹർരികൂന ഔലിയാ, അവൻ്റെ ഔലിയാക്കൾ ആളുകൾ കരിച്ചിരിക്കുന്നു. സുമ്മ യഅ്രിദു അലൈഹിം തൗബ, എന്നിട്ടും അല്ലാഹു തആല നിങ്ങൾക്ക് തൗബയുണ്ട് എന്നാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾക്കെതിരെ പോരാടിയ, മുഅ്മിനീങ്ങളെ കൊന്നുകരിച്ച, അവരെ ഉപദ്രവിച്ച ആളുകൾക്ക് പോലും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും തൗബയുണ്ട്,
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിൽമ് മുൻഗാമികൾ പറയാണ് എത്രമാത്രം ഹിൽമാണ്. അള്ളാഹു താല അവർക്കരി തൗബ ചെയ്യാനുള്ള അവസരമില്ല, അവരെ ഞാൻ നരകശിക്ഷ അനുഭവിപ്പിക്കും എന്ന് നേർക്കുനേരെ പറയുകയല്ല ചെയ്തിട്ടുള്ളത്. എത്ര വലിയ തിന്മ ചെയ്തവനാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗബയുടെ വാതിൽ അത് വിശാലമായി തുറക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര വലിയ തിന്മകൾ ചെയ്തവർക്കും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ ആയത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ട ആയത്ത്. സുമ്മലം യതൂബു, അവർ പിന്നീട് മടങ്ങിയിട്ടില്ല. മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ചതിൽ നിന്നും മുഅ്മിനീങ്ങളെ പ്രയാസപ്പെടുത്തിയതിൽ നിന്നും അവർ മടങ്ങിയിട്ടില്ല എങ്കിൽ, ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്നു ഫലഹും അദാബു ജഹന്നം, അവർക്ക് ജഹന്നമിൻ്റെ ശിക്ഷയുണ്ട്. ജഹന്നം എന്നുള്ള നരകത്തിൻ്റെ പേരാണ്. നരകശിക്ഷയുണ്ട് അവർക്ക് നരകശിക്ഷയുണ്ട്. വലഹും അദാബുൽ ഹരീഖ്, ആ നരകത്തിലുള്ള അവരുടെ ശിക്ഷ എങ്ങനെയാണ്? കത്തിയരിക്കുന്ന ശിക്ഷയാണ്. എന്തിനാണ് അദാബുൽ ഹരീഖിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്? കാരണം ദീൻ്റെ ഒരു തത്വമാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഓരോരുത്തർക്കും പ്രതിഫലം അതാ ദിനത്തിൽ നിന്നാണ് നൽകപ്പെടുക. ഇവർക്ക് ദുനിയാവിൽ ഇവർ ചെയ്ത തിന്മ എന്താണ്? ഇവരുടെ ക്രൂരകൃത്യം, അവർ ശിക്ഷ അത് കത്തിയരിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ ശിക്ഷിച്ചത് കത്തിയരിച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതേ ശിക്ഷ പരലോകത്തും നൽകും. ഇനത്തിൽ മാത്രമാണ്. പരലോകത്തുള്ള തീ എന്ന് പറയുന്നത്, നരകത്തീ എന്ന് പറയുന്നത് ദുനിയാവിലെ തീയേക്കാളും 70 ഇരട്ടി ഉണ്ട് എന്ന് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. ദുനിയാവിലെ തീ തന്നെ മതിയല്ലോ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാണ്, നരകത്തിലെ തീ 70 ഇരട്ടിയുണ്ട്. അത്രയും തീയാണ്. ആ നരകത്തീ സ്പർശിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലേതുപോലെ ആ തോല് വെന്തിരിന് അതോടെ തീരുന്നില്ല, മറിച്ച് എത്രത്തോളം ശിക്ഷ ലഭിക്കുന്നുവോ അങ്ങനെ തോല് വെന്തുരിഞ്ഞാലും അള്ളാഹു വീണ്ടും വീണ്ടും തോലുകൾ നൽകുകയാണ്. വീണ്ടും വീണ്ടും തൊലികൾ നൽകിയിട്ട് ആ തൊലികൾക്ക് ശിക്ഷ വീണ്ടും വീണ്ടും നൽകുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആർക്കാണ് അവിടെ ശിക്ഷയുള്ളത്? ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്തിട്ട് തൗബ ചെയ്യാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അങ്ങനെയുള്ള ആളുകളുണ്ടാകും, കുഫാറുകൾ. ഒരു പ്രയാസം അവർക്കില്ല, ഒരു മനപ്രയാസവും അവർക്കില്ല ഈ ചെയ്ത തിന്മയിൽ. അവരതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിൻ്റെ താഴെ പറഞ്ഞത് കാണാം, ഫിഹാദിൽ ആയാത്തി മിനൽ ഇബർ. ഈ ആയാത്തുകളിൽ തൊട്ടു മുമ്പിൽ പറഞ്ഞ ആയത്തുകളിൽ ചില പാഠങ്ങളുണ്ട്. അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖദ് യുസല്ലിതു അദാഅഹു അല ഔലിയാഹി. ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വലിയകളായ മുഅ്മിനീങ്ങളായ ആളുകൾക്കെതിരെ അവൻ്റെ ശത്രുക്കൾക്ക് എന്ത് ചെയ്യും? മേൽക്കോയ്മ നൽകും. ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അത് നൽകും. അവരെ ജയിച്ചടക്കാനൊക്കെ ശത്രുക്കൾക്ക് ചില കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ഫലാ തസ്തഗ്രിബ് ഇദാ സല്ലത്തല്ലാഹു അസ്സ വജൽ അൽ കുഫാർ അലൽ മുഅ്മിനീൻ വഖതലൂഹും വഹരിഖൂഹും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു അത്ഭുതം കൂറേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്കെതിരെ കുഫാറുകളെ എന്ത് ചെയ്യും? അവരെ അഴിച്ചുവിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. വൻ തഹക്കു അറാലഹും, ചിലപ്പോൾ ഈ കുഫാറുകൾ മുഅ്മിനീങ്ങളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നതായിരിക്കും. ലാ തസ്തഗ്രിബ്, നിങ്ങൾ അതിലൊന്നും അത്ഭുതപ്പെടേണ്ട. ഫലില്ലാഹി തആല ഫി ഹാദ ഹിക്മ, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇതിൽ ചില ഹിക്മത്തുണ്ട്. അൽ മുസാബൂന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾപ്പെട്ട കുറേ ആളുകൾ മരിച്ചുപോയില്ലേ, പ്രയാസപ്പെട്ടില്ലേ, നമ്മൾ കണ്ട കാഴ്ചകളാണ്. അദ്ദേഹം പറയാണ് അജ്റുഹും ഇൻദല്ലാഹി അലീം, അവർക്ക് അള്ളാഹിൻ്റെ അടുക്കൽ മഹത്തരമായ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് നൽകുന്നതാണ്. വഹാഉലാഇൽ കുഫാർ, എന്നാൽ ഈ നിഷേധികളായ ആളുകളുണ്ടല്ലോ, അംലാലഹും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ്. വയസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, പിന്നീട് ഇസ്തിദ്റാജ് ഉണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വതആല അവസാനത്തിൽ അവരെ പിടിക്കുന്നതാണ്. അവർ അവസാനത്തിൽ പിടിക്കപ്പെടുന്നതാണ്. അള്ളാഹു അവരെ അയച്ചുവിട്ടതാണ്. വൽ മുസ്ലിമൂൻ അൽ ബാഖൂൻ, അതുപോലെ ബാക്കിയുള്ള ലോകത്തുള്ള മുസ്ലിമീങ്ങളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ലഹും ഇബ്റത്തുൻ വഇളത്തുൻ ഫിമാ ഹസൽ ലിഇഖ്വാനിഹിം, അവരുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളിൽ അവർക്ക് ചില പാഠങ്ങളൊക്കെ ഉണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള മുഅ്മിനീങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ, അവരുടെ വിഷമത്തിൽ പ്രയാസപ്പെടുന്നുണ്ടോ, ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരുന്നു, അദ്ദേഹം പറയുന്നു, ഫമസലൻ, ഉദാഹരണത്തിന്, നഹ്നു നസ്മഉ മാ യഹ്സുലു മിനൽ ഇന്തിഹാകാത്തിൽ അളീമ, നമ്മൾ ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഫലസ്തീനിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സഹോദരങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു വേള അദ്ദേഹം അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ മുഅ്മിനീങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെ, ഇറാനിലും ഇറാഖിലും ഒക്കെ മുസ്ലിമീങ്ങൾ ഒരുപാട് പരീക്ഷിക്കപ്പെടുകയും ഒരുപാട് ആളുകൾ ക്രൂരമായി കൊല്ലപ്പെടുകയൊക്കെ മുൻകാലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ അദ്ദേഹം അതൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാൻ ഫമസലൻ നഹ്നു നസ്മഉ മാ യഹ്സുലു മിനൽ ഇന്തിഹാകാത്തിൽ അളീമ ഇന്തിഹാക്കൽ അറാൽ, അഭിമാനങ്ങൾ പിച്ച് ചീന്തപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. വ ഇത്ലാഫിൽ അംവാൽ, സമ്പത്തുകളൊക്കെ കൊള്ളയടിക്കപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. വ തജ്ഈ സിഗാരി വൽ അജായിസ്, ചെറിയ കുട്ടികൾ പോലും
അതുപോലെ തന്നെ വൃദ്ധരായ ആളുകൾ പോലും പട്ടിണിക്കിടപ്പെടുന്നതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നസ്മഉ അഷ്യാ തുബ്കി, നമ്മളെ കരയിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫനഖൂൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. മാ ഹാദ തസ്ലീത്തുല്ലദീ സല്ലതഹുല്ലാഹു അലാ ഹൗലാഇൽ മുഅ്മിനീൻ. ചിലർ ഇങ്ങനെ ചോദിക്കും, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ശത്രുക്കൾക്ക് ഇങ്ങനെയൊക്കെ കയ്യൂക്കൊക്കെ നൽകിയത് എന്താണ് ഇങ്ങനെ യഹൂദികളൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഈ രൂപത്തിൽ അക്രമം അയച്ചുവിടുന്നത്? എന്താണ് ഫാഷിസ്റ്റ് ശക്തികളൊക്കെ മുസ്ലിമീങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത്? ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നു, നഖൂൽ, നമ്മൾ പറയും, യാ അഖി ലാ തസ്തഗ്രിബ്, സഹോദര നീ അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. ഫല്ലാഹു സുബ്ഹാനഹു വ തആല ദറബ ലനാ അംസാലൻ ഫീമൻ സബഖ യുഹരികൂനൽ മുഅ്മിനീന ബിന്നാർ. അല്ലാഹു എന്തിനാണ് ഖുർആനിൽ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നത്? സൂറത്തുൽ ബുറൂജ് അവതരിപ്പിച്ചത് എന്തിനാണ്? മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് മുൻകാലത്ത് അവർ കത്തിയരിക്കപ്പെടുന്നതായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്തുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇറങ്ങുന്ന സമയത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ കുഫാറുകളുടെ പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും മക്കയിൽ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആശ്വസിപ്പിച്ചുകൊണ്ടാണ്. ഈ ആശ്വാസവാക്കുകൾ ഖിയാമത്ത് നാൾ വരെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കുമുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് ഇത് കൊണ്ടുവന്നത്. ഫഹൗലാഇ അല്ലദീന സല്ലതു അലാ ഇഖ്വാനിന ഫി ബിലാദിൽ മുസ്ലിമീൻ ഹദാ റിഫഅത്തുൻ ദറജാതുൽ മുസാബീൻ. ഇബ്നു സൈമി റഹിമഹുല്ലാഹ് പറയാണ്, മുസ്ലിം രാജ്യങ്ങളിൽ നമ്മുടെ പല സഹോദരങ്ങളും പ്രയാസപ്പെടുന്നുണ്ട്. ഹാദാ റിഫഅത്തു ദറജാത്തിൽ മുസാബീൻ, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തക്ഫീരു സയ്യാത്ത്, അവരുടെ ഒരുപാട് പാപങ്ങളൊക്കെ സംഭവിച്ചത് അള്ളാഹു അതെല്ലാം പുറത്തു കൊടുക്കും. വഹു ഇബ്റത്തുൽ ലിൽ ബാഖീൻ, ബാക്കിയുള്ള ആളുകൾക്ക് ഇത് പാഠവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ബാക്കിയുള്ള ആളുകൾക്ക് പാഠം കൂടിയാണ്. വഹുവ അയ്ളൻ ഇഗ്റാഉ ലിഹൗലാഇൽ കാഫിരീൻ ഹത്താ യതസല്ലതു ഫയഖുദഹുമുല്ലാഹു അസ്സ വജൽ അഖ്സ അസീസിൻ മുഖ്തദിർ. ഇതതുപോലെ തന്നെ ഈ കുഫാറുകളെ അള്ളാഹു അയച്ചു വിട്ടതാണ്. ഇവരെത്രത്തോളം പോകും? അവസാനം അള്ളാഹുവിൻ്റെ ഒരു വലിയ പിടുത്തമുണ്ട്. ആ പിടുത്തം വരെ ഇവർ പോകും. അതിനുവേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ചു വിട്ടതാണ്. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഈ അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ മുഅ്മിനീങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ശ്രദ്ധിക്കാത്തത്? എന്താണ് മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം വരുന്നത്? എല്ലായിടത്തും പ്രയാസങ്ങളാണ്. ഫാഷിസ്റ്റ് ശക്തികൾ ഇങ്ങനെ കൊത്തിവലിക്കുന്നു, അവിടെ ഇങ്ങനെ യഹൂദികൾ കൊത്തിവലിക്കുന്നു, ഇവരെല്ലാവരും കൂടി മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ ഹിക്മത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മറ്റൊരു പ്രധാനപ്പെട്ട പാഠവും ഈ ആയത്തിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നു, വഫിൽ ആയ ഇഷാറത്തുൻ ഇലാ അന്ന തൗബത തഹ്ദിമു മാ ഖബ്ലഹ. തൗബ എന്ന് പറയുന്നത് മുമ്പ് കഴിഞ്ഞ എല്ലാ തിന്മകളെയും തകർത്ത് കളയുന്ന കാര്യമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സുമ്മ ലം യതൂബു എന്ന് പറഞ്ഞു? മുഅ്മിനീങ്ങൾ ഇങ്ങനെ കത്തിയെരിച്ച ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗബ ചെയ്താൽ അതൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് പറഞ്ഞത്. തൗബ ചെയ്താൽ അവർക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല, തൗബ ചെയ്താൽ അവർക്ക് നരകത്തിൽ കിടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബാക്കിയുള്ള ആളുകൾക്ക് പാഠം കൂടിയാണ്. എന്ത് തിന്മകൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്താൽ സഹോദരങ്ങളെ അല്ലാഹു അത് പുറത്തു തരുന്നതാണ്. പക്ഷേ തൗബക്ക് 5 നിബന്ധനകളുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ കേവലം അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് മാത്രമല്ല, മറിച്ച് 5 നിബന്ധനകളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഓരോന്നും പറയാൻ. അതിലൊന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇഖ്ലാസോട് കൂടിയായിരിക്കണം തൗബ ചെയ്യേണ്ടത്. ആളുകളുടെ മുന്നിൽ ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ചിലർ തൗബ ചെയ്യും, ഞാനൊക്കെ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയും. അല്ല, ആളുകളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പലരും അങ്ങനെ പറയും. അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല. ചെയ്തത് തെറ്റാണ് എന്നുള്ളത് റബ്ബിനോട് ഖേദത്തോടെ ഏറ്റുപറയലാണ് തൗബ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹിനോട് ആത്മാർത്ഥമായി പറഞ്ഞതായിരിക്കണം. അതല്ല എങ്കിൽ അത് നിലനിൽക്കുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടാമത്തത് മിൻ ശുറൂത്തി കൗനി തൗബത്തി നസൂഹ, തൗബത്തു നസൂഹയായിരിക്കണം, അഥവാ ഖേദമുണ്ടായിരിക്കണം എന്നർത്ഥം. സഹോദരങ്ങളെ, ഖേദം വേണം. തൗബത്തു നസൂഹ എന്ന് പറയുന്നത് വേദനയോടുകൂടി, പ്രയാസത്തോടുകൂടി നമ്മൾ ചെയ്ത തൗബയായിരിക്കണം. നമുക്കതിലൊരു ഖേദമില്ല, ഒരു പ്രയാസമില്ല, അങ്ങനെയുള്ള തൗബ ഒന്നും സ്വീകരിക്കുകയില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വിലപ്പോവുകയില്ല. മൂന്നാമത്തത് അയ്യഖ്ല അൻ ദംബിൻ, ആ തിന്മയിൽ നിന്നും പൂർണ്ണമായി അവൻ ഒഴിവായിരിക്കേണ്ടതുണ്ട്. ആ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, തൗബ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഒരാൾ പലിശ ഇടപാടിൽ തന്നെയാണ്, പലിശ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്, വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൽ തൗബയിൽ നിന്ന് ഒഴിവായി പോവോ? ഒരിക്കലുമില്ല. അതുപോലെ എല്ലാ തിന്മയും അങ്ങനെ തന്നെയാണ്. ആ തിന്മയിൽ നിന്നും പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കണം. അപ്പോഴാണ് തൗബ അത് സ്വീകരിക്കപ്പെടുന്ന തൗബയാവുകയുള്ളൂ. നാലാമത്തത് തിന്മയിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യം, ഉറച്ചൊരു തീരുമാനം അവനിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് വേണം. അവസരം കിട്ടിയാൽ തിന്മ ചെയ്യാം എന്ന് പറയുന്നത് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്ന തൗബയുടെ ലക്ഷണത്തിൽപ്പെട്ടതല്ല. അങ്ങനെയുള്ള തൗബയല്ല അത്, മറിച്ച് ഉറച്ച ബോധ്യം വേണം, ഇനി ആ തിന്മ ഞാൻ ചെയ്യൂല.
എന്ന് പറഞ്ഞ തീരുമാനം ഉണ്ടാകണം. എന്താ അഞ്ചാമത്തെ കാര്യം? അൻ തക്കൂന തൗബതു ഫി വഖ്തിൻ തുഖ്ബലു ഫീഹി തൗബ. തൗബ സ്വീകരിക്കപ്പെടുന്ന സമയത്തെ നമ്മൾ തൗബ ചെയ്യാൻ പാടുള്ളൂ. ആ സമയത്തിന് മുമ്പായി ചെയ്യണം. ഒരു സമയം വരാനുണ്ട് തൗബ സ്വീകരിക്കാത്ത സമയം. ആ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഏതാണ് ആ സമയം? 2 സമയങ്ങളാണ്. ഒന്ന്, ഒരാളുടെ മരണം കഴിയുന്ന സമയം. എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ് അവൻ്റെ മരണം. മലക്കുൽ മൗത്ത് അവൻ്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാ മുഅ്മിനും കാഫിറും ഒക്കെ കാണാൻ പോകുന്ന കാര്യമാണ്. ആ സമയത്ത് ഒരാൾ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. സൂറത്തു നിസായിൽ പറഞ്ഞല്ലോ, വലൈസത്തി തൗബ. തൗബ എന്ന് പറയുന്നത് ലില്ലദീന യഅമലൂന സയ്യാത്ത്, ജീവിതം മുഴുവൻ തിന്മയിൽ ജീവിച്ചിട്ട് ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, ഒരാൾക്ക് മരണം വരുന്ന സമയത്ത് ഖാല ഇന്നി തുബ്തുല്ല, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന തൗബയല്ല. അത് തൗബയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്നാണ്. ഖുർആനിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരുണ്ട്? ഫിർഔനുണ്ട്. ഫിർഔൻ തൗബ ചെയ്തിട്ടാണ് മരിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഫിർഔൻ അങ്ങനെ തന്നെ മരിച്ചുപോയ ആളല്ല. ഫിർഔൻ അവസാനം തൗബ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് തൗബ ചെയ്തത്? കടലിൽ മുങ്ങി താഴാൻ പോകുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഞാനിതാ ബനൂ ഇസ്രായേലുകാരുടെ അള്ളാഹുവിൽ, അവരുടെ ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയാണ്, അദ്ദേഹം ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചു നേർക്കുനേരെ പറയാൻ പോലും അത്രയും അദ്ദേഹം നിന്ദ്യനായിപ്പോയി. അദ്ദേഹത്തിന് അങ്ങനെ അള്ളാഹുൽ നേർക്കുനേരെ വിശ്വസിച്ചു എന്ന് പറയാൻ പോലും പ്രയാസമാണ്. ഇതാ ഇവരുടെ ഈ റബ്ബിൽ തന്നെ ഞാൻ വിശ്വസിച്ചു. അത് ഏതൊരു ബനൂ ഇസ്രായേലുകാരെയാണോ അദ്ദേഹം ആക്രമിച്ചത്, പ്രയാസപ്പെടുത്തിയത്, മുഴുവനായി അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അവരുടെ റബ്ബ് എന്ന് തന്നെ ചേർത്തി പറയേണ്ടി വന്നു. അത്രയും നിന്ദ്യനായിപ്പോയി, അത്രയും അവന് ഒരു രക്ഷയുമില്ലാതായിപ്പോയി എന്ന് കാണാൻ സാധിക്കും. ആ സമയത്ത് അവൻ തുബ്തു എന്ന് പറഞ്ഞു, ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴാണ് തൗബ എന്നാണ്. അങ്ങനെ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്തൊന്നും തൗബ ചെയ്തിട്ട് കാര്യമില്ല. മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് സഹോദരങ്ങളെ തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് എപ്പോഴാണ്? രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ അന്ത്യനാളിൻ്റെ ലക്ഷണം വരുന്ന സമയം, അഥവാ സൂര്യൻ അത് പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്ന സമയം. അതെല്ലാവരും കാണാൻ പോകും ലോകത്ത്. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും, ഇതാ മുഅ്മിനീങ്ങൾ പറഞ്ഞ പോലെ തന്നെ, ഇസ്ലാം വിശ്വാസികൾ പറഞ്ഞ പോലെ തന്നെ കാര്യം ഇതാ സംഭവിച്ചിരിക്കുന്നു, ഇനി തൗബ ചെയ്ത് കളയാം എന്ന് പലരും ധരിക്കും. ആ സമയത്ത് തൗബ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അല്ലാഹു തആല പറഞ്ഞു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്, അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിവസമുണ്ട്. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് ബിഹി മിൻ ഖബൽ ഔ കസബത് ഫി ഈമാനിഹാ ഖൈർ. മുമ്പേ വിശ്വസിച്ചു വെച്ച മുമ്പേ വിശ്വാസത്തിൽ നന്മകൾ കൊണ്ടുവന്ന ആളുകൾക്കല്ലാതെ ആ ദിവസത്തിൽ ഉപകാരപ്പെടുകയില്ല. പുതിയൊരു ഈമാനൊന്നും അല്ലാഹു ഇന്നലെ സ്വീകരിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് ഇസ്ലാം വിശ്വസിച്ചു ഇസ്ലാമിലേക്ക് വന്നു എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഈ 5 തൗബയുടെ നിബന്ധനകൾ പാലിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു വലിയ ക്രൂരകൃത്യങ്ങളുടെ തിന്മയും അല്ലാഹു തആല പുറത്തു തരും എന്നുള്ള പാഠവും ഈ ആയത്തിലുണ്ട് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.